ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ക്യാപ്സിക്കം വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ ക്യാപ്സിക്കം എന്ന് പറയുന്ന സാധനം ദേഹത്തിന് വളരെ ആരോഗ്യം തരുന്നതാണ്. ഇതാർക്കും ഒരു കറിയിലിട്ട് കഴിക്കാനൊന്നും വലിയ ടേസ്റ്റായി തോന്നില്ലെങ്കിലും ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. ഇതിൽ 90% ക്യാപ്സിക്കത്തിൽ വാട്ടറാണ്, ബാക്കിയുള്ളത് കാർബോഹൈഡ്രേറ്റും. ഇറ്റ്സ് വെരി ലോ ഇൻ പ്രോട്ടീൻ, ബട്ട് ഇറ്റ് ഫൈറ്റ്സ് ക്യാൻസർ എന്നാണ് പറയുന്നത്. എങ്ങനെ ഈസോഫെഗൽ ക്യാൻസർ, ഗ്യാസ്ട്രിക് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇറ്റ്സ് ഗോട്ട് ലോട്ട് ഓഫ് വിറ്റാമിൻ സി, മോർ ദൻ ഓറഞ്ചസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൈ മെഗ്നീഷ്യം ആൻഡ് B6, ഇതൊക്കെ നെർവ് ഫങ്ഷന് വളരെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടും അതെല്ലാം ഈ ക്യാപ്സിക്കത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഓൾസോ കോൾഡ് ബെൽ പെപ്പർ അല്ലേ. അതിൽ പല വിധത്തിലും ക്യാപ്സിക്കം ഉണ്ട്, റെഡ് കളർ, ഓറഞ്ച്, കേട്ടോ. അപ്പം ഞാനിതാ ഈ ക്യാപ്സിക്കമിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലത്തെ പോർഷനൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. ഇതാ എല്ലാം ഇങ്ങനെ എടുത്തിട്ട്, ഇനി ഈ സാധനം നമ്മൾ ഉപയോഗിക്കില്ല. ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എല്ലാറ്റിനെയും കളഞ്ഞിട്ട് ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ എന്താ പറയുക പേര്, ക്യാപ്സിക്കം മസാല. ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത്രയും ഒന്ന് കഷ്ണത്തിന് ഞാൻ ഒരു ഉള്ളി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ, 1 or 2 എടുക്കാം, ടൊമാറ്റോൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കേട്ടോ. അപ്പം ഞാനിതിലാദ്യം കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യാൻ പോകും. ഇപ്പം ഞാനിതിൽ കുറച്ച് ഉപ്പ് ഇതുണ്ട്, നന്നായി കണ്ടോളൂ, സ്പ്രിങ്കിൾ ചെയ്യാണ്. ഇതിൽ മുറിച്ച് കഴിയുമ്പോൾ അത് നിറയെ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളത്തിനെ നമ്മൾ ക്യാപ്സിക്കം മുറിക്കുമ്പോൾ തന്നെ നന്നായി തുടച്ചിട്ടൊന്ന് വയ്ക്കുക കേട്ടോ. അതിലത്തെ വെള്ളം വരണ്ട, ഈ വെണ്ടക്കയിലൊക്കെ ചെയ്യണ മാതിരി. അപ്പോൾ ഇതിന് വലിയ വേവില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് അത് വെള്ളത്തോടുകൂടി മുറിക്കാറില്ല. ഇപ്പോൾ ഞാനിതിൽ ലേശം ഉപ്പ് ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വയ്ക്കും. എന്നിട്ടാണ് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകണം. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഉള്ളി, തക്കാളി ഇതൊക്കെ കട്ട് ചെയ്യട്ടെ കേട്ടോ. ഈ 4-5 വെളുത്തുള്ളി, ഒരു 5 എണ്ണം ഉണ്ട് കേട്ടോ. വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ അതിനെക്കാട്ടിലും ഉപയോഗിക്കാം. ഒരു ഉള്ളി ഇതിനെ ചോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ 2 ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു വലിയ ടൊമാറ്റോ. ഇത് വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഒന്ന്. ഇതൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ പാൻ വെച്ചു, ചീനച്ചട്ടി. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ, എന്ത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് പറയാം. ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ജീരകം ഒരു 3/4 ടീസ്പൂൺ ജീരകം ഒന്ന് നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉള്ളി ആഡ് ചെയ്യാം. ഒരു മീഡിയം സൈസ് ഉള്ളി കേട്ടോ, ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക. നന്നായി ഒന്ന് സോട്ടായാൽ മതി കേട്ടോ. അത് നന്നായി ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇത് സോട്ട് ചെയ്ത ശേഷം കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 എണ്ണം നന്നായി ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇടുക.
എന്നിട്ട് ഇത് നന്നായി വന്നിട്ട് നമുക്കൊന്ന് വഴറ്റാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ ജീരകം, വെളുത്തുള്ളി, ഉള്ളി, ഇതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ, നല്ലൊരു മണമാണ്. വെളുത്തുള്ളിയും ജീരകവും കൂടെ കൂടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇങ്ങനെ ആയാൽ മതി, കൂടുതലായിട്ടൊന്നും ആവണ്ട. ഇങ്ങനെയൊന്ന് സോട്ടായാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നതാണ് മല്ലിപ്പൊടി. ഇതാണ്ടോളൂ, മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ, മുളക് പൊടി അവരവരുടെ അനുസരിച്ചിരിക്കും. അതും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു മണമൊക്കെ പോട്ടെ, നല്ല പച്ചമണം പോയിട്ട് നല്ലൊരു മണം വരണം. ആ മല്ലിപ്പൊടിയുടെ നല്ലൊരു മണം വരണം. തീ മീഡിയം സൈസിൽ വയ്ക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണറിയോ? ഈ ക്യാപ്സിക്കം ഞാൻ ഉപ്പ് തിരുമ്പി വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇടാൻ പോകണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല ഹൈ ഹീറ്റിൽ തന്നെ ഇതൊന്ന് ഇളക്കി വെച്ചോളൂ കേട്ടോ. ഈ സമയത്ത് ഞാൻ ഈ ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി വരണം കേട്ടോ. ഇതിനെ ഒന്ന് ഞാൻ അടച്ച് വയ്ക്കാൻ പോവാം. ഇത് തന്നെ തനിയെ വെള്ളം വന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവട്ടെ കേട്ടോ. ഇതിൽ ഞാനിങ്ങനെ ഒത്തിരി വെള്ളം വെച്ചിട്ടാണ് അടയ്ക്കുക. എപ്പോഴും ഞാൻ ഉപ്പേരിയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഒന്ന് അടച്ചു വെക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം വെച്ചാൽ എന്താ അറിയോ, ഇത് അടിയിൽ പിടിക്കില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിസ് ഇസ് എ ടിപ്പ്. നിങ്ങൾക്കിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കരിയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മൂടിയില്ല. ഞാനിങ്ങനെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം വെക്കും. അപ്പോൾ നിങ്ങളിത് എത്ര നേരം വേണം കാബേജ് ചെയ്യുമ്പോഴോ ബീൻസ് ചെയ്യുമ്പോഴോ ഒന്നും ഞാൻ വെള്ളം ഒഴിക്കാറില്ല. അപ്പോൾ ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ തട്ടിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും. അതെന്തിനാ അറിയോ? ആ ചീനച്ചട്ടിയിലുള്ള സാധനം അറിയാണ്ട് നമ്മൾ സമയം വൈകിപ്പോയി തുറക്കാനെങ്കിലും കരിഞ്ഞു പോവുകയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, എൻ്റെ ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ടൊന്ന് സോട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ലേശം ഇതിലേക്ക് കടലമാവ് ഒരു സ്പൂൺ ചേർക്കുക. അതെന്തിനാ അറിയോ? ഇതിനൊരു ഗ്രേവി കിട്ടാൻ വേണ്ടി. വളരെ കുറച്ച്. ഇതിനെ ഒന്ന് നന്നായി ഇങ്ങനെ സോട്ടാം കേട്ടോ. ഇതെന്താ അറിയോ? ഇതൊരു എന്താ നമ്മൾ പറയുക, ഒരു മിക്സിങ് ഏജൻറ്റ് കേട്ടോ. ഇത് നല്ല ഒരു അതിൻ്റെ ആ കടലമാവിൻ്റെ മണം പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായി ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്യണം. ഇപ്പോൾ ഞാനിതിൽ ഉപ്പ് നോക്കിയിട്ടില്ല കേട്ടോ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഇത് ഉപ്പ് കമ്മിയാണ്. ഞാൻ ആ ക്യാപ്സിക്കത്തിന് വേണ്ട ഉപ്പ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. എന്നിട്ട് അടുത്തത് ചെയ്യാൻ പോകുന്നതാണ് ഈ ടൊമാറ്റോ. ഇനി ഈ ടൊമാറ്റോ ആഡ് ചെയ്യാം. ഈ ക്യാപ്സിക്കം ആഡ് ചെയ്ത ശേഷം കടലമാവ് ആഡ് ചെയ്തത് എന്താ അറിയോ? ഈ ക്യാപ്സിക്കം ഒരു മാരിനേഷൻ വേണം, എന്നാലേ അത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ വേറെ 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 ഒന്ന് കിടക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നന്നായി ഒന്ന് കുക്കാവും കേട്ടോ. വെളുത്തുള്ളി, മല്ലിയുടെ മണം, ജീരകത്തിൻ്റെ മണം എല്ലാം ഇതിലേക്ക് നന്നായി ഒന്ന് ചേരട്ടെ. ഞാനിതിങ്ങനെ അടച്ചു വയ്ക്കുകയാണ്. തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്നൊന്ന് ഇളക്കി എൻ്റെ ക്യാപ്സിക്കം മസാല
നല്ലോണം നല്ല ടേസ്റ്റോടു കൂടി വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്തു നോക്കൂ കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് തരും. കടലമാവ് വളരെ കുറച്ച് ചേർത്തിട്ട് ഒന്ന് വറക്കണം, പച്ച കടലമാവിൻ്റെ മണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇത് റെഡിയായി. ഫൈനലായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് കണ്ടോളൂ. ഇതിലേക്ക് കുറച്ച് മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില ഒന്ന് ഇട്ടിട്ടിങ്ങനെ ഇളക്കുക. കുറച്ചുകൂടി ഉണ്ട്, മുഴുവൻ കളയാം. ഇതിന് നല്ലൊരു ആഡഡ് ഫ്ലേവർ കൊടുക്കും. ഞാനിപ്പോൾ അത് ഓഫ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കണേ. ഇനി ഒരു സാധനം കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ദാറ്റ് വിൽ ആഡ് എ വെരി ഗുഡ് ടേസ്റ്റ്. അതെന്താണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇറ്റ്സ് ലൈം ജ്യൂസ് കേട്ടോ. ഈ ലൈം ജ്യൂസിൽ കുറച്ച് കുരുവിട്ടിരിക്കണം, അത് കളയാനുള്ളൊരു താമസമാണ്. ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ നാരങ്ങ നീര്, ഇത് ഈ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നന്നായി കൂട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എന്നോട് പറയൂ. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ക്യാപ്സിക്കം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? ഞാൻ പൊട്ടറ്റോ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യുമ്പോൾ ടൊമാറ്റോ അധികം ഇടാറില്ല. പക്ഷേ ദിസ് ഈസ് വെരി ഗുഡ് ഫോർ ചപ്പാത്തി, പിന്നെ നാൻ പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-6 പനീർ മുറിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടിടാം, നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഞാൻ ചോറും ചപ്പാത്തി കഴിക്കാനും തന്നെ ഉപയോഗിക്കാൻ പോകണം. ഇന്നത്തെ എൻ്റെ ഡിഷ്, സൈഡ് ഡിഷായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുമാതിരി എല്ലാവരും ചെയ്യുക. ഞാനിതിനെ എൻ്റെ പാനിലൊന്ന് ആക്കട്ടെ കേട്ടോ. ഇപ്പം എൻ്റെ ക്യാപ്സിക്കം ഫ്രൈ റെഡി ആയിട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറിയുടെ പകരം ചോറിലിങ്ങനെ ഇട്ടിട്ട് ഒന്ന് പെരകിയിട്ട് കഴിച്ചാൽ വളരെ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അതിൽ ആ നാരങ്ങ നീര് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗിവിങ് എൻ ആഡഡ് ടേസ്റ്റ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. ഈ ക്യാപ്സിക്കം തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ഈ കാര്യം പറയണേ. ക്യാപ്സിക്കത്തിൻ്റെ ഗുണത്തിനെ പറ്റിയിട്ട് ഇനി ഞാൻ പറയാത്തതൊന്നുമില്ല. എല്ലാം വളരെ ഗുണകരമായ, സാലഡിൽ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഡിഷസ് ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം. Okay, see you in the next video with a wonderful recipe. It's bye from Sudha Menon. Please subscribe my channel. Please share the channel. Okay, bye.